ഈ ചൂട് സമയത്ത് വണ്ടിയുടെ എ സി കൂടി കംപ്ലൈൻ്റ് ആയ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലേ. 50 ഡിഗ്രി ചൂടിനുള്ളിൽ ഈ എ സിയും കൂടി ഇല്ലാതെ വണ്ടി പോകുന്നൊരവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. ഗ്ലാസ് താത്തിട്ടാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കരിഞ്ഞു പോകുന്നൊരവസ്ഥയായിരിക്കും കേട്ടോ. ഈ പൊരി വെയിലത്തും പുറത്ത് നിന്ന് പണിയെടുക്കുന്ന ടെക്നീഷ്യന്മാരുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ വിഷമം തോന്നുന്നു. ഭയങ്കര ചൂടത്ത് വണ്ടിപ്പണി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ അടിയിലൊക്കെ പോയി കിടക്കുക എന്ന് പറയുന്നത് ശരിക്കും തലവള്ളി പോകുന്നൊരു പരിപാടിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ എ സി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടിയുടെ ഗ്ലാസ്സും തുറന്നുവിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നൊരവസ്ഥയൊന്നുമല്ല നാട്ടിലെ പോലെയൊന്നും ഇവിടെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പൈപ്പിനായിരുന്നു ഒരു ചെറിയ ലീക്ക് കേട്ടോ. ചെറിയ ലീക്കിലൂടെ ഒന്ന് ഫുള്ള് ഓയിലൊക്കെ വെളി വന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് തന്നെ. നമ്മൾ ഈ ഒരു പുതിയൊരു പൈപ്പ് മാറണമെന്നുണ്ടെങ്കിൽ നല്ല 400 റിയാലോളം ആവുമെന്ന് പറഞ്ഞു പുതിയൊരു പൈപ്പ്. പക്ഷേ അത് മാറാതെ തന്നെ ചെറിയൊരു പഞ്ചിങ്ങിലൂടെ തന്നെ റെഡിയാക്കി എടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തു. പിന്നെ ഏതാണ്ട് അതിൻ്റെ ഉള്ള പകുതി കാശ് മാത്രമേ ആവുള്ളൂ. കാശ് നമ്മൾ കമ്പനിയാണ് മുടക്കുന്നതെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല, കുറച്ച് കാലം ഓടുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പുതിയത് മേടിക്കാൻ വേണ്ടി നിന്നില്ല. പഴയതിന് തന്നെ റിപ്പയർ ചെയ്ത് ഇടാൻ വേണ്ടി ശ്രമിച്ചു. ഏതാണ്ട് 2-3 മണിക്കൂറോളം നീണ്ടു നിന്നൊരു പ്രോസസ്സിങ് ആയിരുന്നു. ഈ സാധനം ഇളക്കിയെടുത്തുകൊണ്ട് പോവുക, പഞ്ച് ചെയ്യുക, തിരിച്ചിനെ കൊണ്ടിടുക, ക്ലീൻ ചെയ്യുക, ഗ്യാസ് ഫില്ല് ചെയ്യുക, അങ്ങനെ ഒരുപാട് സമയം നീണ്ട ഒരു പരിപാടിയിലൂടെയാണ് നമുക്ക് എ സി റെഡിയായി കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തെ ചൂട് വരെ ഒരു കുഴപ്പമില്ലാതെ പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ നിൽക്കുന്നുണ്ട്. ഇനി ഇടയ്ക്ക് വെച്ച് അങ്ങനെ വീണ്ടും കംപ്ലൈൻറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പൈപ്പിന് ഇങ്ങനെ ലീക്ക് വരാനുള്ളൊരു കാരണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?